അളിയോ നമ്മളിപ്പോൾ എവിടെയാണുള്ളത് കറക്റ്റായിട്ട് ലൊക്കേഷൻ കാര്യങ്ങൾ പറയും? മക്കവള്ളി റൂട്ടാണ്. ഓക്കെ. നീ ഈ വഴി പോയിട്ട് പാൽക്കുളമൂട് ഇറങ്ങും? അല്ല, ഈ വഴി നേരെ പോയിട്ട് നമ്മൾ ഇത് കൈതപ്പാറ റൂട്ടാ. കൈതപ്പാറ എത്രയും മുമ്പ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് മണിയാറൻകുടി റൂട്ട് കയറും. ആ റൂട്ടിൽ കുറച്ച് പോയിട്ട് ഒരു പകുതി ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പാൽക്കുളമേട് ടോപ്പിലേക്ക് റൂട്ട്. അത്യാവശ്യം ഓടിക്കാനുണ്ട്, 10 കിലോമീറ്ററിനുള്ളതാണ്. ഓക്കെ. ആ റൂട്ടാണ് നമ്മൾ പോണേ. ഗായ്സ്, ഞങ്ങളിപ്പോൾ മിഡിൽ ഓഫ് മക്കവള്ളിയാണ്. ഗായ്സ്, നമുക്കങ്ങനെ റിവർ ക്രോസിങ് കിട്ടിയിരിക്കുകയാണ്. മക്കവള്ളിയിലൊക്കെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇഷ്ടംപോലെ ഉള്ള ഫണ്ണി. ഇർഫാനെ, അടുത്തെങ്ങോടാ? അടുത്ത് നമ്മളിപ്പോൾ കൈതപ്പാറ റൂട്ടായി കയറിയേക്കണം. കൈതപ്പാറ. പക്ഷെ കൈതപ്പാറക്ക് പോകണില്ല. ഓക്കെ. നമ്മൾ പാൽക്കുളമേടിലേക്ക് മണിയാറൻകുടി പാൽക്കുളമേട്. ഓക്കെ. റോഡ് നല്ല വഴുക്കിയാണ് കിടക്കുന്നത് കേട്ടോ. സീറ്റിൻ റോഡാണ്. ഓ ഫണ്ണി. എടാ വണ്ടി ഓഫ്. എടാ സീനാ. ഓ ഡാർക്ക്. എടാ ഇത് കാല് വെക്കുമ്പോ തന്നെ നോക്കിയടാ. പയ്യെ പോയാ കേട്ടോ. ഗായ്സ്, റോഡ് നല്ല പോലെ വഴിക്ക് തെന്നി തെറിച്ച് കിടക്കാണ്. നമ്മുടെ ഇർഫാനൊന്ന് ചെറുതായിട്ടൊന്ന് പടവനടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, സീനായിരിക്കും. പക്ഷെ വണ്ടി സീനില്ലാട്ടോ, സേഫാണ്. ആളിനും സേഫാണ്. സീനൊന്നും ഇല്ലോടാ. അതെ. അപ്പോൾ ഈ വഴി വരുവാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും പോവുക. കാരണം നല്ല സ്ലിപ്പറിയാണ്. കാല് വെക്കുമ്പോൾ തന്നെ കണ്ടോ പോണുണ്ട്. സീന. ഫ്രണ്ടും തെന്നി ബാക്കും തെന്നി. അതെ. ഇല്ലടാ, നടു പിടിച്ചാൽ മതി. ഫുള്ള് മറ്റേ പായല. ഗായ്സ്, നമുക്ക് ഈ റോട്ടിൽ കൂടി ഇത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് സ്പീഡ് പോയി കഴിഞ്ഞാൽ ടയറങ്ങ് സ്കിഡായി പോകും. ഗായ്സ്, ഞങ്ങളിപ്പോൾ മറ്റേ കോൺക്രീറ്റ് റോട്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾ പാൽക്കുളമേടാണ് പോകുന്നത്. എടാ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പവർ അല്ലായിരുന്നോ? ടയർ കറങ്ങിയിട്ടില്ല. പടവ് എങ്ങനെ ഉണ്ടായിരുന്നു? പടവ് പൊളിയായിരുന്നു. വീഡിയോ ഉണ്ട്. ഓക്കെ. ഷാനേനൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഇഷ്ടം പോലെ അട്ടനെ കണ്ടു. അട്ടനെ കരിച്ച് ഇല്ലാണ്ടാക്കി. എവിടെ സീനാണല്ലോടാ. അതല്ലടാ, കാല് വെക്കുമ്പോഴേ കേറൂടാ. എന്റെ പൊന്നടാ മോനെ. ഗായ്സ്, റൂട്ട് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എന്താ സീനൊക്കെ ഫുൾ അട്ടയാണ്. അയ്യോ. വെയിറ്റ് ചെയ്യാം.
അവിടെ നിന്ന് ഞാനും അവനും കൂടി ജെറ്റ് അടിച്ച് കയറിപ്പോന്ന്. വീണിട്ടില്ല. അത് പോയടാ, അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പോൾ. അത് കയറും. അവൻ വീണോ ഇനി? വീഴാൻ ചാൻസ് ഇല്ല. എടാ തിരിച്ചു പോണം. നീ നടന്നു പോകാനാണോ? ഒരുപാട് താഴ്ത്തണോ? എടാ എൻ്റെ വണ്ടി പോകാൻ പറ്റത്തില്ല. അവനെ ആ താഴെയാ. നീ ഓ മാൻ, ഓ ഫണ്ണി. എടാ അത് ഞാനാ കയറിപ്പോയ ഗ്യാപ്പിൽ പോയതല്ലേ. ഞാൻ ഇവിടെ കയറി അങ്ങോട്ടേക്ക് ആടിപ്പോയി. ഓ ഡാർക്ക്, എന്തോ ഭാഗ്യമാണ്. ഇല്ലില്ല, അത് ഞാനിപ്പോ ഇളക്കി കളിക്കാതെ തിരിവായതാ. ഫ്രണ്ട് പൊക്കി എടുക്കണമെങ്കിൽ എടുക്കാം, അതായിരിക്കും നല്ലത്. ആ ഇർഫാനും കൂടി വരുമായിരുന്ന സീനില്ലായിരുന്നു. എൻ്റെ അമ്മേ, ഈ വണ്ടി ഒന്ന് തിരിക്ക്. ഈ വണ്ടി ഒന്ന് തിരിച്ചതാ. വണ്ടി ഒന്ന് തിരിച്ചതാടാ. പോയി വീണില്ല, കാട്ടിപ്പോയത് കണ്ടോ? ആ സാധനം നീ കണ്ടോ? ഫണ്ണി. ശരിക്കും ഈ റൈഡ് എന്ന് പറയുന്നത് ഒരു അഡ്രിനാലിൻ പമ്പിങ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പിടച്ച് പോന്നിട്ടുണ്ട്. നല്ല വൈബുണ്ട്. കാരണം ഞാൻ ഡ്യൂക്ക് ഓടിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ ഇമ്പൾസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. ഡ്യൂക്കിൽ അത്യാവശ്യം ഈ ട്രയലൊക്കെ ഞാൻ ഡ്യൂക്കിൽ അടിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഇമ്പൾസിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു അഡ്വാൻറ്റേജ് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനി ഇത് പണിത് മൂടാക്കണം. എക്സ്പൾസിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, അത് മതി. എടാ സ്ലോ സ്ലോ സ്ലോ. എടാ ആന ഫ്രഷല്ല, ഫ്രഷല്ല. എടാ എടാ മഷ് അളിയ മഷ്. എടാ മഷ് ആടാ. നീ നോക്കി നീ. എടാ ഏതാ ഇതുണ്ടല്ലോ, ഇത് മറ്റേ മക്കവള്ളിന്ന് കയറിയാണോ? ഞാൻ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതല്ല, ഇത് ഞാൻ മറ്റേ വഴി കാണിച്ചു തന്നതാ. അല്ലടാ ഈ വഴിയാടാ ഞങ്ങളന്ന് തോന്നുന്നത്. അല്ലേ, അടുത്ത വഴിയാ. ആണോ? ഇത് മക്കവള്ളിന്ന് കയറി വന്ന വഴിയാ. ആ വഴി. ഞങ്ങൾ ആദ്യം ആ വഴിയാ വന്നേ. ഇതല്ലേ അത് തെന്നോട്ടോ. ഇറങ്ങടാ, നീ ഇറങ്ങ്. അതാ വൈബ്. റാലി കിറ്റ് പവർ. ഈ സൈഡ് പിടിച്ചാ. എന്റെ മോനെ, ഇവിടെ ഫ്രഷ് ആണോ? എന്റെ പൊന്നെ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഇർഫാൻ ട്രയൽസിന്റെ അഭ്യാസങ്ങൾ. ടാസ്ക്. എടാ ആനയുണ്ട് കേട്ടോ, സീന. എടാ ഫ്രഷ് ആനപ്പുണ്ടോ? എടാ സീനാട്ടോ. വണ്ടി പെട്ടെന്ന് പൊക്കടാ. എടാ ഇവിടെ നിന്ന് തെറിക്കട്ടോ, കാരണം നല്ല മണമുണ്ട്, നല്ല ആനയുടെ സ്മെല്ലുണ്ട്. അയ്യോ എടാ അതൊക്കെ പിന്നെ മാറ്റാടാ. നീ വണ്ടി എടുത്ത്. നല്ല സ്മെല്ല്. എടാ ഇവിടെ ആനയുണ്ട് കേട്ടോ, ഉറപ്പാ.
കാല് വണ്ടി പൊക്കി ആ പൊക്കട കാല് ആ കാല് പോയി എടാ ഞാൻ ഇവന് തൊട്ട് ബാക്കിലുണ്ടായിരുന്നു ഷിറ്റ് ആന വന്നു ഞാൻ ചാടി ഓടി വരത്തേ കയറും ആ ഇത് വീഴ്ചയായിട്ട് കൂട്ടാന്നല്ല ഞാൻ സ്ലൈഡ് ചെയ്ത് നിർത്തിയതാ കാലുമ്മ കയറാൻ പോയിന്നേ എടാ കുഴിയല്ലടാ ചെളിയുണ്ടോ അതിൽ ഇവിടെ കുഴിയുണ്ടോ നല്ല ഇതാണ് എന്റെ ഫ്രണ്ട് സ്കിഡായി പോയി എടാ ഇനി ഒരു ഐഡിയ ഉണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഓടിക്കാം ഇല്ല ഇനി ഇങ്ങനെ സീനില്ലല്ലേ പിണ്ടം ഗൈസ് ഞങ്ങൾ വന്ന റൂട്ടാണിത്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പാറയുടെ മേളിൽ കയറി റെസ്റ്റ് ചെയ്യാണ്. ഗേസൊക്കെ കഴിച്ചിട്ടു ഫ്രീ ആയി. ഗൈസ് നമ്മൾ അതിലേ വന്ന് ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് എല്ലാവരും വണ്ടി സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ നേരെ പാൽക്കുളമേട്ടിലേക്ക് പോവാണ്. എടാ എൻ്റെ ടാപ്പിറ്റ് നോയ്സ് നല്ലപോലെ ഉണ്ട്. പവറേ കേട്ടോ പൊന്നു മോനെ ആടാ കണ്ട് എടാ ഫ്രഷ് എടാ ആനയുണ്ട് എന്നെ ചെയ്യണ കറക്കൂ നോക്കി പോയാട്ടോ ജെറ്റിട്ട് പോയി. ഗൈസ് ഫ്രഷ് ആനപ്പിണ്ടങ്ങൾ കിടക്കണ കാരണം ഗ്യാപ്പിട്ട് ഓടിക്കുകയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ആനേനെ കണ്ടു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. വെയിറ്റ് സ്കിഡ് എൻ്റെ ABS ഓഫല്ലേ? ABS ഒക്കെ ഓഫല്ലേ? ഓക്കെ പോട്ടെ ആ പോട്ടെ. ടാസ്കായോ? വരണോടാ. സ്റ്റാൻഡിട്ടില്ലല്ലോ. നീ ചാടിച്ച് കൊണ്ടോടാ മോനെ, ചാടിച്ചു കൊണ്ടോ. അത് മൊമെൻ്റം പോയാൽ തീർന്ന്. അളിയാ നീയും കൂടി വരികയാണെങ്കിൽ ഗ്രേറ്റ് ഹെൽപ്പാണ് കേട്ടോ. ഡേ വാടാ. എടാ തളർന്ന് ഫുഡ് അടിക്കാത്ത കാരണം വാ.
ഞാൻ പൊക്കി തരാം, അവിടെ വലിച്ചത്. ആയിക്കോട്ടെ. എടാ എടാ നീ കീറില്ലല്ലോ വണ്ടി ഇട്ടേക്കണേ. അതെ ഞാൻ കയറാം. അവിടെ ഇരുന്നു, സീനില്ല. റെസ്റ്റ് ചെയ്ത് പതുക്കെ പോയാൽ മതി. ഇറങ്ങല്ലേ. ഞാൻ താങ്ങി പിടിച്ച കളിയാ കണ്ടോ. അല്ലെങ്കിൽ ഒരു കല്ല് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരു കല്ലിനകത്ത് ഇരിക്കുന്നത്. എന്തേ? ഓ ഫണ്ണി. എന്താടാ എന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമുക്കേ അങ്ങോട്ട് മേളിലേക്ക് തളുതാക്കിയാലോ, എന്നിട്ട് ആ ലിവർ ഒന്ന് സെറ്റാക്കാം. കുഴപ്പമില്ല, ഈ സൈഡ് പിടിക്കാൻ നോക്കാം. അതല്ലേ പാൽക്കുളമേട് അല്ലേ? എൻ്റെ അമ്മേ പിടി അങ്ങോട്ട് കയറി മതി പിടി. ഇനി കയറ്റണോ? ഓക്കെ മതി. എൻ്റെ മോനെ. ഇനി പ്രോ അല്ല. അയ്യോ ജാമായി പോവും. നല്ല സീനാണ്. പൊങ്ങി വരൂല പിന്നെ. വേണ്ട, നീ സെൽഫ് അടിക്കും, നോക്കാം. അതെന്നാടാ നീ അപ്പോൾ ചെയ്യാത്തേ, ശരിയാക്കാത്തേ? കാർബോണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതാണോ? കാർബ് എക്സ്പൾസിന് എനിക്ക് തോന്നണേ പെട്രോള് മറ്റേ ഓവർഫ്ലോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോയേക്കാം. ഞാൻ ബെസ്റ്റ് ഒരു ഐഡിയ പറയട്ടെ. നമുക്കൊരു കാര്യം, ഞാൻ 2 വണ്ടിയും കയറ്റാം, അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതിന് ടാസ്ക് കിട്ടുമല്ലോ. എടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എടാ ഇർഫാനെ നീ ഒരു കാര്യം ചെയ്യും, ഈ പെട്രോൾ ടാങ്ക് ഒന്ന് തുറന്നിട്ട് നൂതു, കുറച്ച് എയർ സർക്കുലേഷൻ കയറി കഴിഞ്ഞാൽ സെറ്റ് ആവും. നീ ഒന്ന് ഊതറാ. അങ്ങനെ എന്തുവാടാ ഇത്, കൃത്രിമശ്വാസം കൊടുക്കണോ? എടാ പെട്രോൾ അടിച്ചാൽ ഞാൻ വണ്ടി ഓടിക്കല്ലേ, ട്രിപ്പായി പോയല്ലേ? ട്രിപ്പാവും പിന്നെ പെട്രോൾ ട്രിപ്പല്ലേ. ഇതിൽ സെറ്റായി. യശോദേ പിടിക്ക് വാ പോവാ. ടൈം എടുക്കാറുണ്ട്. ഒരു വണ്ടി പാൽക്കുളമേട് വെച്ചിട്ട് പോവാണേ. അതിന് അപ്പത്തേക്ക് നമുക്ക് കേറ്റിയാലോ? സായിരാജി വീഡിയോ ആണെങ്കിൽ ഈ സ്ഥലം ഒന്ന് കാണേണ്ടതാണ്. അളിയാ കേറ്റാം. കേറ്റട്ടെ. എന്തിന്? ഞാൻ അപ്പുറത്ത്, ഞാൻ ലെഫ്റ്റാ പിടിക്കണേ, അല്ല റൈറ്റ്. ഇപ്പൊ ഗോപ്രോന്റെ ബാറ്ററിയും തീരും, എല്ലാം തീരും. എടാ ഒരു കാര്യം ചെയ്താലോ? ഓ മോനെ, പവറേഷ് മോനെ, മൂട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ് ഗൈസ്. എയർ ഇനി ഫുൾ എയറാണ് കളി. എൻ്റെ അമ്മോ. സഞ്ചാരി ബാക്കിൽ വെയിറ്റ് കൊടുക്കൂ, വീഴും. ബാക്കിൽ വെയിറ്റ് കൊടുക്കൂ. ഇറങ്ങിയിരിക്കൂ. അടിപൊളി ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ വണ്ടി, എൻ്റെ വണ്ടി ടാസ്ക്കായി. ഞങ്ങളൊരു 360 അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ പൊന്നെ, ഇർഫാൻ ഇപ്പോൾ കിക്കർ അടിച്ചോണ്ടിരിക്കുകയാണ്. എടാ ലൈറ്റ് അല്ല ഓഫല്ലേ? ആടാ കയറ്റിക്കൊണ്ട് വേടാ. നീ 2 വണ്ടി സ്റ്റാർട്ട് ചെയ്തതല്ലേ? എന്നെ കൈ പോയി ഗൈസ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അത്ര സിമ്പിൾ അല്ല. ഓഫ് ഡാർക്ക് മിക്കതും. കേറി ആഹാ, സാഷ്ടാംഗം പ്രണമിച്ചു. ഓ ഡാർക്ക്. ഓ ഡാർക്ക്. വരുവാ. ഡാർക്ക്.
ഗായ്സ് അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടില്ല, ഒരു 3/4 മണിക്കൂർ, ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെറിയ ടാസ്ക് പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു, വണ്ടിയൊന്നും സ്റ്റാർട്ടാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം മേളിൽ പോയിട്ട് അവൻ്റെ ബ്രേക്ക് ലിവർ ഒന്ന് വളഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ ഒന്നും ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ പാൽക്കുളമേട് ഇറങ്ങും, അല്ലടാ പോവല്ലേ? അപ്പോൾ ഓക്കെ, പവറാണ് ഗായ്സ്. എവിടെ? ഓക്കെ ഗായ്സ്, കിട്ടോ ആ അത് സീനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ പാൽക്കുളമേട് എത്തിട്ടോ. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇതിലെവിടെ ആന? ഇതാണ് ആന. ഓ, ഇത്ര സൂമിങ് ഉള്ളടാ. ഇപ്പോൾ പാൽക്കുളമേട് വന്നിട്ട് ആദ്യമായിട്ടോട്ടോ ഞാനും ആനേനെ കാണുന്നത്. പക്ഷെ അത് ഇത്തിരി ദൂരത്തിലാണ്. ഗൈസ്, ഈ ഒരു ഏരിയ ഫുള്ള് ആനപ്പിണ്ടമാണ്. അങ്ങോട്ട് നോക്കി, എടാ നോക്കണം, ഇത് കറക്റ്റ് ആന വരുന്ന റൂട്ടാ. 2-3 ഉള്ളൂ. അങ്ങനെ പാൽക്കുളമേട്ടിൽ ആനേനെ കണ്ട്. ഇതേ ഗൈസ് ആന. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ആനനെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് സേഫ് സ്പോട്ടിലേക്ക് പോവാം. ആ മുകളിൽ നോക്കിയടാ കൊമ്പൻ. അത് നമ്മളെ സ്കെച്ച് ഇട്ടുണ്ടെന്നാ തോന്നണം. സ്കെച്ച് ഇട്ടുണ്ട്. വൈബായിരിക്കും അല്ലേ ഗായ്സ്? ആന നമ്മളെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇറങ്ങി ഇവിടെ എത്തിട്ടോ. ആശാൻ സീനാണ്. ഞങ്ങളുടെ വണ്ടി ഇതേ ഇവിടെയാണ് ഇരിക്കുന്നത്. ടാസ്ക് ഗായ്സ്, പാൽക്കുളമേട്ടിൽ ആന, കുട്ടിയാനുണ്ട്, ഫാമിലിയാണ്, ഫുൾ ഫാമിലിയാണ്. എടാ ഇപ്പം അവിടെ നിന്നൊരു കൊമ്പ് മറ്റേ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി വരണം, സീനായിരിക്കും. ഒന്നും ചെയ്യാനുള്ള കേട്ടോ എൻ്റെ ഗിയറിൽ. ഗൈസ്, അപ്പം നമ്മൾ ആനേനെ കണ്ടു. ആന ഇവിടെ നമ്മുടെ അടുത്തേക്ക് എത്തി. നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് തെറിക്കുകയാണ്. നീ എടുക്കില്ലേ? എടാ ഏകദേശം അടുത്തെത്താറായിട്ടോ. പാൽക്കുളമേട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ആനേനെ കാണുന്നത്. തൊട്ടടുത്തല്ല, എന്നാലും ഏകദേശം തൊട്ടടുത്താണ്. ഇർഫാനേ, അളിയാ, ഇവിടെ കുറച്ചേരം നിൽക്കുവാണെങ്കിൽ കോട ഇറങ്ങൂട്ടോ. അല്ലേ പിന്നെ ഒരു ടാസ്ക് ഉണ്ട്. താഴത്തുനിന്ന് ഫുഡ് മേടിച്ചോണ്ട് വരികയാണെങ്കിൽ വൈബായി. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാൽക്കുളമേട് ടോപ്പിലാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ടാസ്ക്കാണ്. എൻ്റെ പൊന്നടാ മോനെ. ഓ, ബാക്ക് ടയർ സ്കിഡ് ചെയ്ത് കളിക്കാണല്ലോ. ഇർഫാൻ്റെ വണ്ടി എന്തോ ടാസ്ക്കായിട്ട് കയറ്റണില്ലെന്നാണ് അവൻ പറയണത്. വണ്ടിയുടെ സെൽഫും പോയി. ഓ, റാലി കിറ്റിൻ്റെ എൻ്റെ പൊന്നോ. റാലി കിറ്റ് തിരിക്കാനൊക്കെ ഇത്തിരി ടാസ്കാല്ലേ? ഹൈറ്റ്
അയ്യോ ഈ വണ്ടി ഒന്നും എനിക്ക് ഓടിക്കാൻ പറ്റില്ല. താഴെ റെസ്റ്റ് ചെയ്യാൻ പറയാം എന്നിട്ട്. അയ്യോ സെൽഫി ഇല്ലല്ലോ അല്ലേ? എന്താടാ മിസ്സിംഗ് ആയിപ്പോണ്ടല്ലോ. സ്റ്റാർട്ടാവണല്ലേ? സ്റ്റാർട്ടായിട്ട് കൈ കൊടുക്കുമ്പോൾ എന്തോ സീൻ പറ്റുമല്ലോ. കൈ വേനെടുത്തിട്ട് എനിക്ക് ക്ലച്ച് പോലും പിടിക്കാൻ വയ്യ. ഓഫാക്കിയിട്ട് ഇറക്കണം. ഗൈസ് ഇത്രയും നേരം ക്ലൈമറ്റ് വൻ ഷോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തെ കറക്റ്റ് കോട വന്നിട്ടുണ്ട്. നൈസായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എടാ ഇപ്പം നമ്മൾ മറ്റേ ആനയുടെ മറ്റേ ആ സ്ഥലത്ത് അടിപൊളിയായിട്ടുണ്ടാവൂലേ? അണ്ട അവിടെ നിന്ന് കോട ഇങ്ങനെ കയറി കയറി വരുമോ? നല്ല വൈബായിട്ടുണ്ട്. നമുക്ക് ഈ ട്രാക്ക് പിടിക്കാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് ഇവിടെ ഒരു മെമ്മറീസ് ഉണ്ട്. അളിയോ അന്നേ ഈ കല്ലെ തട്ടിയിട്ടാണ് എൻ്റെ വണ്ടി നിന്നത്. ഡ്യൂക്ക് ഈ കല്ലെ തട്ടി എൻ്റെ ഗിയർ ലിവർ ഒടിഞ്ഞു പോയി. ടാസ്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലായിരുന്നു. റോട്ടിലേക്ക് എത്തി. അങ്ങനെ ആ ട്രയൽ അടിച്ചു വിട്ടോ നമ്മൾ.